ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം, നമ്മളിരിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കണം. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അതിന് ഉത്തരം തരണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലം, പഠിക്കുന്ന സ്ഥലം, നമ്മുടെ കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖല, നമ്മുടെ ദേശം, നമ്മുടെ സ്ഥലമൊക്കെ അനുഗ്രഹിക്കപ്പെടണം, പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വചനം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർത്താവ് ഒരു പ്രോമിസ് ചെയ്യാണ്, നീ ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും, നിന്റെ പ്രാർത്ഥന ഞാൻ ഉറപ്പായും കേൾക്കും. നമുക്ക് ഈ ആഗ്രഹമുള്ളത് കൊണ്ട് ഈശോ പറഞ്ഞ ഈ ഒരു കാര്യം, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ഒരു വചനഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുക. കർത്താവ് പറഞ്ഞ ഈ വാക്ക്, ഒരു പ്രോമിസ് നമ്മൾ അങ്ങ് സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. ചെറുതായിട്ട് എൻ്റെ ശബ്ദം പോയിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ധ്യാനം ഇന്ന് പൂർത്തിയായി. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഒരു 5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈബിൾ പഠന ധ്യാനമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പഠിച്ച് ഞങ്ങൾ ആ ധ്യാനം പൂർത്തിയാക്കി. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. 5 ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. കുറെ പേരെങ്കിലുമൊക്കെ അത് ഓർത്തിരിക്കുന്നു. പ്രാർത്ഥിച്ചവർക്ക് ഒത്തിരി നന്ദി. ഈശോ നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ശബ്ദം ഇച്ചിരി മാറിയിരിക്കുന്നത്. കൈൻഡ്ലി കൺസിഡർ ഇറ്റ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേ ഉള്ളൂ. പ്രാർത്ഥന കേൾക്കണം ഈശോ. നമുക്ക് പാപങ്ങൾക്ക് മോചനം കിട്ടണം. ഒപ്പം തന്നെ നമ്മുടെ ദേശം, നമ്മളിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. പഴയ നിയമത്തിലെ സുന്ദരമായ ഒരു വചനാണ് 2 ദിനവൃത്താന്തം 7 അതിൻ്റെ 14 വാക്യം. സോളമന് കർത്താവ് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. നമ്മളിത് വായിച്ചിട്ടുണ്ടാകും. സോളമൻ ഇങ്ങനെ ദേവാലയ പ്രതിഷ്ഠ നടത്തുകയാണ്. ദേവാലയം പണിതല്ലോ, സോളമനെ കൊണ്ട് ദേവാലയം പണിപ്പിക്കും എന്നുള്ള കർത്താവിൻ്റെ ഒരു പ്രോമിസ് കിടപ്പുണ്ട്. അങ്ങനെ സോളമൻ ദേവാലയം പണിയുന്ന സമയത്ത് അത് പ്രതിഷ്ഠയുടെ രാത്രിയിൽ ഇങ്ങനെ സോളമന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനൊരു പ്രോമിസ് കൊടുക്കുന്നതാണ്. 2 ദിനവൃത്താന്തം 7:14 വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. വചനം വളരെ ക്ലിയർ ആണ്. അവസാനത്തെ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. കർത്താവ് പ്രോമിസ് ചെയ്യാണ്. അത് വാഗ്ദാനം ചെയ്ത കർത്താവായതുകൊണ്ട് there is no doubt നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, നിന്റെ ദേശം എന്ന് വെച്ചാൽ നീ നിൽക്കുന്ന സ്ഥലം, ഇടങ്ങളെല്ലാം സമ്പുഷ്ടമാകും, ബ്ലെസ്ഡ് ആയിട്ട് മാറും. കണ്ടീഷൻ 3 ആണ്. 3 കണ്ടീഷൻസ് ആണ്. എന്താണ് കണ്ടീഷൻസ് ഉള്ളത്? എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? എന്നെ അന്വേഷിക്കുക. ദാറ്റ്സ് ഫസ്റ്റ് കണ്ടീഷൻ. കർത്താവിനെ അന്വേഷിക്കുക എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് പ്രയോറിറ്റി ജീവിതത്തിൽ ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. സങ്കീർത്തനം 63:1 പിന്നീട് എടുത്ത് വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ദാവീദ്, കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങേ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 63:1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക? കർത്താവിന് കൊടുക്കുക. നമുക്ക് ജോലിയുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമ്മുടെ മുമ്പിൽ ശുശ്രൂഷകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ദിവസം ചെയ്തു, ഇന്നൊരു ദിവസം പൂർത്തിയാക്കി. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവിനെ ഓർത്തുകൊണ്ടാണോ എഴുന്നേറ്റത്? ഇന്ന് പഠിക്കാനും ജോലിക്കും ഒക്കെ പോയപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈശോയ്ക്ക് കൊടുത്തോ? സമയം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോയോ? വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചോ? പ്രയോറിറ്റി ഈശോയ്ക്ക് കൊടുത്തോ? ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈശോയോട് പറഞ്ഞിട്ടാണോ കിടന്നുറങ്ങാൻ പോകുന്നത്? ഓഫ് കോഴ്സ് നമ്മൾ ഈശോയുടെ വചനം കേട്ടിട്ടാണ് ധ്യാനിച്ച് കിടന്നുറങ്ങാൻ പോകുന്നത്. നീ എന്നെ അന്വേഷിച്ചാലാണ് നിനക്ക് ഈ 3 ബ്ലെസ്സിങ് കിട്ടുക. 2-ാമത്തെ കണ്ടീഷൻ എന്താ? എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്കറിയാം ഈ ഹ്യൂമിലിറ്റി, എളിമയാണ് എല്ലാ അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അഹങ്കാരമുണ്ട്. അഹങ്കാരം സകല അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയും. കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കുക, ലോകത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കുക. അഹങ്കാരിക്ക് അനുഗ്രഹങ്ങളൊന്നും വരാൻ പോകുന്നില്ല, വന്നാലും അത് അവൻ ആസ്വദിക്കാൻ പോകുന്നില്ല. എളിമപ്പെട്ട് നിൽക്കുന്നവന് എപ്പോഴും അനുഗ്രഹത്തിന്റെ ഈ ടാപ്പ് തുറന്നു കിടക്കും. അവൻ എപ്പോഴും ആ അഭിഷേകത്തിൽ, അനുഗ്രഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് എളിമപ്പെട്ട് നിൽക്കുക. ആദ്യത്തെ കാര്യം എന്താ? കർത്താവിനെ അന്വേഷിക്കുക. സെക്കൻഡ് തിങ്, കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കുക. 3-ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. ചില കുസൃതിത്തരങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാകും. നമ്മൾ ചിലപ്പോൾ കുട്ടിച്ചാത്തിന് കൈയൊക്കെ കൊടുത്ത് ഈശോയുടെ കൈയൊക്കെ വിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് പരിപാടികളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാകും. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ദുർമാർഗങ്ങൾ. അവൻ്റെ ഒരു മാർഗ്ഗമുണ്ടല്ലേ, ഈശോയുടെ വഴിയുണ്ട്. ഈശോയുടെ വഴിയിൽ നിന്ന് മാറി നടക്കുന്ന ദുർമാർഗങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. എന്നിട്ട് ഈശോയുടെ പിന്നാലെ നടക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈശോ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കും, നിന്റെ ദേശം, നിന്റെ സ്ഥലം, നിന്റെ ഇടങ്ങൾ എല്ലാം സമ്പുഷ്ടമായിട്ട് മാറും. ഇതൊരു പ്രോമിസാണ്. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ ക്ലിയർ ആണ്. ഈ വചനം വായിച്ചു നോക്കുക. 2 ദിനവൃത്താന്തം 7:14, സങ്കീർത്തനം 63:1 വായിക്കണം. 63-ാം സങ്കീർത്തനം മുഴുവൻ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. കർത്താവിനെ അന്വേഷിക്കുക, അവിടുത്തെ മുമ്പിൽ എളിമപ്പെട്ട് നിൽക്കുക, അവിടുത്തോട് പ്രാർത്ഥിക്കുക, വിശുദ്ധിയിൽ നിൽക്കുക. നീ അനുഗ്രഹിക്കപ്പെടും. ദർ ഇസ് നോ ഡൗട്ട്. ഈ വചനം നിങ്ങൾ പഠിക്കണം,
മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.